നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രോഗാവസ്ഥയിൽ കിടക്കുന്ന വീണ വിജയനെ ശ്വാസം വിടാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ ഇഡി വളഞ്ഞിട്ട് പൂട്ടി മുറുക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. എങ്ങനെയെങ്കിലും ഇഡിക്ക് വീണ വിജയനെ കയ്യിൽ കിട്ടിയേ മതിയാകൂ, അത് എത്രയും വേഗം. അതിന്റെ ഒരു ഘട്ടത്തിൽ തന്നെയാണ് വീണ വിജയൻ ഇതാ ബുധനാഴ്ച ഇഡി ഓഫീസിൽ എത്തണമെന്ന രണ്ടാമത്തെ സമൻസും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ വാടക വീട്ടിൽ ഇതാ എത്തിയിരിക്കുകയാണ്. CMRL മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് വീണ്ടും ഇഡി സമൻസ്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ന് ഹാജരാകുന്നതിൽ വീണ അവധി ചോദിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ സമൻസ് അയച്ചിരിക്കുന്നത്. ബുധനാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. അതേസമയം ഇഡി ആവശ്യപ്പെട്ട രേഖകൾ അഭിഭാഷകൻ മുഖേന ഇന്ന് ഹാജരാക്കാമെന്ന് വീണ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇഡി മറുപടി നൽകിയിട്ടില്ല. രേഖകൾ അഭിഭാഷകൻ മുഖേന ഹാജരാക്കേണ്ടെന്നും വീണ നേരിട്ട് ഹാജരാകണമെന്ന നിലപാടുമാണ് ഇഡി സ്വീകരിച്ചത്. വീണയെ ചോദ്യം ചെയ്തതിനു ശേഷം CMRL അധികൃതരിലേക്ക് കടക്കാനാണ് ഇഡിയുടെ നീക്കം. കരിമണൽ കമ്പനിയിൽ നിന്ന് എന്തിന് പണം ലഭിച്ചെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം ഹാജരാക്കാനാണ് നിർദ്ദേശം. ഇല്ലാത്ത ചെലവുകൾ കാണിച്ച് 132 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് CMRLുമായി ബന്ധപ്പെട്ട് നടന്നെന്നാണ് SFIO കണ്ടെത്തൽ. കമ്പനിയിൽ നിന്ന് വീണയ്ക്ക് 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ 2.78 കോടി രൂപയും എംപവർ ഇന്ത്യ ക്യാബിനറ്റിൽ 50 ലക്ഷം വായ്പയും ലഭിച്ചു. നേരത്തെ 12 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 242 അക്കൗണ്ടുകളിലായി 18 കോടിയിലേറെ രൂപ മരവിപ്പിച്ചിരുന്നു. എക്സാലോജിക്കും കരിമണൽ കമ്പനിയും തമ്മിലുള്ള എല്ലാ ഇടപാടുകളുടെയും രേഖകൾ ഇഡിക്ക് കൈമാറാൻ നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നു. CMRL MD SN ശശീന്ദ്രൻ കർത്ത, മകൻ ശരൺ S കർത്ത, കുടുംബാംഗങ്ങൾ, കമ്പനിയുടെ ചീഫ് ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാർ, സീനിയർ മാനേജർ ND ചന്ദ്രശേഖരൻ തുടങ്ങി 9 പേർക്കാണ് ആദ്യഘട്ടത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശശീന്ദ്രൻ കർത്തയോട് തിങ്കളാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. അതിനിടെ വീണ വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കിയതോടുകൂടി പ്രതിരോധ കവചം തീർക്കാനുള്ള പരസ്യ നീക്കങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കാൻ CPM തീരുമാനം. പിണറായി വിജയന്റെ വസതിയിൽ നടന്ന ഇഡി റെയ്ഡ് പാർട്ടി പ്രവർത്തകർ പരസ്യമായി പരിശോധിച്ച് പ്രതികൂലമായി ബാധിച്ചെന്ന വിലയിരുത്തലിലാണ് ഈ തീരുമാനം. അതേ തുടർന്ന് പ്രതിപക്ഷ നേതാവിന്റെ മകൾക്കെതിരെയുള്ള കേസ് ആണെങ്കിൽ അവർ നിയമപരമായി നോക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരസ്യമായി പറഞ്ഞിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവലോകന റിപ്പോർട്ട് കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കമ്മിറ്റിയിലും വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു. ഇഡി റെയ്ഡ് സംബന്ധിച്ച പരാമർശം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ നടന്ന പ്രതിഷേധം അതിരുകടന്നെന്ന അഭിപ്രായം സംസ്ഥാന കമ്മിറ്റിയിൽ ചില നേതാക്കൾ പ്രകടിപ്പിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ മകൾ താമസിക്കുന്ന വീടായതുകൊണ്ടാണ് ഇഡി അവിടെ എത്തിയത്. പ്രതിപക്ഷ നേതാവിനെ ഇഡി ചോദ്യം ചെയ്തതല്ല. ആ സാഹചര്യത്തിൽ കേന്ദ്രസേനയെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നത് ശരിയായില്ലെന്ന അഭിപ്രായവും ചില നേതാക്കൾ പ്രകടിപ്പിച്ചു. ഇതേ തുടർന്നാണ് നിലപാടിൽ വ്യക്തത വരുത്താൻ പാർട്ടി തയ്യാറാകുന്നത്. നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം നടത്തിയ പ്രസംഗത്തിലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട ആദ്യ പ്രതികരണം നടത്തിയത്. ഇഡി തന്നോട് ഒന്നും ചോദിച്ചിട്ടില്ലെന്നായിരുന്നു പിണറായി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് പാർട്ടി പ്രവർത്തകർ പ്രതിഷേധിച്ചതെന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. അത്തരമൊരു പ്രചാരണം വ്യാപകമാകുന്നതിനിടയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നിൽ എത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിക്ക് കാരണം സംസ്ഥാന നേതൃത്വത്തിന്റെ വീഴ്ചയാണെന്ന വിലയിരുത്തലാണ് റിപ്പോർട്ടിലുള്ളത്. അതിനിടയിൽ വീണ വിജയനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ കൂടിയുണ്ടായാൽ അത് പാർട്ടിയെ കൂടുതൽ ദുർബലമാക്കുമെന്ന വിലയിരുത്തലാണ് തൽക്കാലം ഇഡി കേസിൽ മൗനം പാലിക്കാൻ CPM ഒരുങ്ങുന്നത്. ബുധനാഴ്ച വീണ്ടും ഇഡിക്ക് മുന്നിൽ വീണ എത്തണം.